നവകേരള മാർച്ചിനോട് അനുബന്ധിച്ച് ഇപ്പോൾ പിണറായി വിജയൻ പാലക്കാട് വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണം. ഈ അനുപാതത്തിൽ വ്യത്യാസം വരുന്നത് ആധുനിക ഘട്ടത്തിൽ ഉൽപാദന വർധനമുണ്ടാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞതിൻ്റെ അത്ര കുറവ് ഉൽപാദനത്തിൽ കാണാൻ കഴിയാത്തത്. ഇത് സംഭവിക്കുന്നത് ഇവിടെയുള്ളൊരു പ്രത്യേകതയായിട്ട് കാണേണ്ടത് ഈ നെൽകൃഷി ചെയ്യുന്ന ഭൂമി റിയൽ എസ്റ്റേറ്റ് വാങ്ങി സൂക്ഷിക്കുന്ന നില വരുന്നുണ്ട്. ഇവിടെ നെൽപ്പാടങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള പരസ്യം ഇൻ്റർനെറ്റിലും മറ്റും ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഇതേ പോക്ക് പോയാൽ 10 വർഷം കൊണ്ട് 47% കുറഞ്ഞു എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതേ പോക്ക് തുടർന്നാൽ ഭയാനകമായൊരവസ്ഥയുണ്ടാകും. ഇനിയൊരു പകുതിയാകാൻ 10 വർഷം വേണ്ടി വരില്ല. 5 വർഷം കൊണ്ട് തന്നെ ഇപ്പോഴുള്ളതിൻ്റെ പകുതിയായി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ വരും. അപ്പോൾ ഇക്കാര്യത്തിൽ നല്ല ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന നെൽവയലുകൾ അപ്രത്യക്ഷമായതുപോലെ ഒരു 1-2 ദശാബ്ദം കൊണ്ട് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ അപ്രത്യക്ഷമായേക്കും. അത് ഭയാനകമായ അവസ്ഥയാണ് സൃഷ്ടിക്കുക. ഇത് ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പാലക്കാടൻ മണ്ണ് പൊന്നു വിളയിക്കുന്ന മണ്ണാണെന്നാണ് സാധാരണ കർഷകർ പറയാറുള്ളത്. അങ്ങനെയല്ലേ ആ മണ്ണിൽ വളർന്ന ഉൽപ്പന്നങ്ങൾ, ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, അവയെല്ലാം നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. നെല്ല് മാത്രമല്ല, കപ്പലണ്ടി, മഞ്ഞൾ, പുളി, വിവിധതരം പച്ചക്കറികൾ, നെല്ലിനു പുറമേയുള്ള വിവിധ ധാന്യങ്ങൾ, മാമ്പഴം, വിവിധതരം പഴങ്ങൾ, പിന്നെ പരുത്തി, കുരുമുളക്, അങ്ങനെയുള്ള ഒരുപാട് കാർഷിക വിളകൾ, കരിമ്പ് ഒക്കെ ഇവിടെ ഉണ്ടായതാണ്. ഇതൊക്കെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആ പൊന്നു വിളയുന്ന മണ്ണ് എന്ന നില വീണ്ടെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള തരിശു ഭൂമിയുണ്ട്. ആ തരിശു ഭൂമി, അതായത് കൃഷി ചെയ്യാത്ത ഭൂമി, തരിശായിപ്പോയതല്ല, കൃഷി ചെയ്യാത്ത ഭൂമി. ആ കൃഷി ചെയ്യാത്ത ഭൂമി കൃഷി ചെയ്യാനുള്ള സംവിധാനം വേണം. അതിൽ കുടുംബശ്രീയെയും മറ്റും, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷക ഗ്രൂപ്പുകളെ, അങ്ങനെയുള്ളവർ അത്തരം സ്ഥലങ്ങളിൽ കൃഷി ഇറക്കുന്ന നില വരണം. അങ്ങനെ ഇറക്കണമെങ്കിൽ ഈ ഭൂമി കൃഷിക്ക് നൽകണം. ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർ അവർ കൃഷി ചെയ്യുന്നില്ല പല കാരണങ്ങളാൽ. അപ്പോൾ ആ ഭൂമി കൃഷിക്കായിട്ട് ഏറ്റെടുക്കാനൊരു സംവിധാനം വേണം. അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് കൂടി വിശ്വാസം വരണം, ഇത് കുഴപ്പം വരില്ല എന്ന്. അത് നമ്മുടെ പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാം, ജില്ലാ പഞ്ചായത്തിന് നിൽക്കാം. സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു സംവിധാനം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജലസേചന സൗകര്യം വലിയ തോതിൽ വർദ്ധിക്കണം, ഇനിയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ തടയണകൾ വേണ്ട സ്ഥലത്ത് അത് നിർമ്മിക്കേണ്ടി വരും. കുളങ്ങൾ
ഇപ്പോൾ ഉള്ളത് ഉണ്ട്, പുതിയ കുളങ്ങൾ വേണമെങ്കിൽ അത് വേണ്ടി വരും. അതുപോലെ തന്നെ തോടുകൾ, കനാലുകൾ, ഇവയെല്ലാം നിലവിലുള്ളത് പുനരുദ്ധരിക്കണം. എന്നാൽ പുതിയത് വേണ്ടത് നിർമ്മിക്കാനും കഴിയണം. നമ്മുടെ ഇവിടുത്തെ ജലസ്രോതസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ് ഭാരതപ്പുഴയുടെയും മലമ്പുഴയുടെയുമൊക്കെ അവസ്ഥ അതേ രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ളത്. അതിൽ ഭാരതപ്പുഴയുടെ പുനരുദ്ധാരണം വളരെ പ്രധാനമാണ്. ഒരു സേവ് നിള പദ്ധതി തന്നെ നമ്മുടെ കേരളത്തിൽ ആവശ്യമായിട്ടുള്ളതാണ്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കുന്നതിനും ജലസ്രോതസ് സംരക്ഷിക്കൽ പ്രധാനമാണ്. അതോടൊപ്പം ഇത്തരം നദികളിലെല്ലാം കനത്ത മലിനീകരണം വരുന്നുണ്ട്. അത് തടയാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നും എന്നാൽ സംസ്ഥാനമാകെ താല്പര്യമെടുത്തതുമാണ് ഇവിടുത്തെ പ്ലാച്ചിമട പ്രശ്നം. അതിൽ പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ല് അതിപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിൽ കിടക്കുകയാണ്. ഇതേവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല. അതിന് ഇനിയും കാലതാമസം ഉണ്ടാകരുത്. പെട്ടെന്ന് തന്നെ അംഗീകാരം നൽകുന്ന നില ഉണ്ടാവണം. പാലക്കാടിൻ്റെ പ്രശ്നം പറയുമ്പോൾ കുറേ കാലമായി നമ്മുടെ കേരളം പൊതുവിൽ ആവശ്യപ്പെടുന്നതും പാലക്കാട് പ്രത്യേകിച്ച് ഉയർത്തുന്നതുമായ പ്രശ്നമാണ് കോച്ച് ഫാക്ടറിയുടെ പ്രശ്നം. ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. എന്നാൽ കോച്ച് ഫാക്ടറി ആരംഭിക്കാനുള്ള ഒരു നടപടിയും കാണുന്നുമില്ല. ഇക്കാര്യത്തിൽ ഇവിടെ പാർലമെൻറ്റ് അംഗവും ഞങ്ങളുടെ ജാഥാംഗവുമായ MP രാജേഷിൻ്റെ ഇടപെടൽ സെയിൽ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് അവർ സമ്മതിക്കുന്ന നിലയുണ്ടാക്കിയിരുന്നു. പക്ഷേ ദേവം പ്രസാദിച്ചാലും പൂജാരി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ മട്ടായിരുന്നു അന്നേരം ഉണ്ടായത്. ഈ സെയിൽ സമ്മതിച്ചെങ്കിലും കോൺഗ്രസും UPA ഗവൺമെൻറ്റും അതിന് വലിയ താല്പര്യം കാണിച്ചില്ല ആ ഘട്ടത്തിൽ. ഇപ്പോൾ NDA സർക്കാരാണ്. NDA സർക്കാർ ഈ മേഖല തന്നെ സ്വകാര്യ മേഖലക്ക് കൈമാറാനുള്ള നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങളുടെ ജാഥാംഗങ്ങളും ഇവിടുത്തെ ജില്ലയിലെ MP-മാരുമായ രാജേഷ്, ബിജു ഇവരുടെയൊക്കെ ഇടപെടലും സംസ്ഥാനത്തുള്ള MP-മാരാകെ ഇടപെടുകയും ഒക്കെ ചെയ്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ കോച്ച് ഫാക്ടറിയുടെ പ്രശ്നത്തിൽ കനത്ത പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ രണ്ടുപേരുടെയും പ്രത്യേക ഇടപെടൽ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി സെയിൽ ഇപ്പോൾ വീണ്ടും സമ്മതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ ക്രിയാത്മകമായ രീതിയിൽ പ്രതികരിക്കാൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് നല്ല താല്പര്യം എടുത്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സെയിലിനെ ഈ പദ്ധതിയുടെ പങ്കാളിയാക്കാൻ അംഗീകാരം ലഭിക്കുകയാണ് വേണ്ടത്. അതോടെ വേഗം തന്നെ ഇത് തുടങ്ങാൻ കഴിയുകയും വേണം. അപ്പോൾ തുടങ്ങുന്നതിന് വേറെ തടസ്സമില്ല. തുടങ്ങാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഇപ്പോൾ അത് സമ്മതിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇതിന് മുൻകൈയെടുത്ത് ഈ നീക്കത്തെ അംഗീകരിച്ച് കോച്ച് ഫാക്ടറി പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയാണ് വേണ്ടത്. ഇനിയും അതിന് കാലതാമസം ഉണ്ടാക്കാൻ പാടില്ല.
ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അട്ടപ്പാടിയിലെ പ്രശ്നം. ആദിവാസി തന്നെ നമ്മുടെ സമൂഹത്തിലൊരു തുരുത്തായിട്ടാണല്ലോ കിടക്കുന്നത്. അട്ടപ്പാടി മേഖലയുടെ അവസ്ഥ നമ്മൾ ചില ഘട്ടങ്ങളിൽ ചർച്ച ചെയ്താണ്. പൊതുസമൂഹം പല ഘട്ടങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ളതുമാണ്. അട്ടപ്പാടിയിലെ ഒരു നില വരുന്നത് അവിടുത്തെ ആദിവാസി ജനസംഖ്യയുടെ തോതിൽ വരുന്ന കുറവാണ്. 1951 സെൻസസ് അനുസരിച്ച് 90.26% ആദിവാസികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാലത് 2011 ആയപ്പോൾ 34% ചുരുങ്ങിയിട്ടുണ്ട്. ഇതിൽ ആദിവാസി ജനസമൂഹത്തോടുള്ള അവഗണനയുണ്ട്, അവർ നേരിടുന്ന വംശനാശ പ്രശ്നമുണ്ട്. അവിടെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും നേരത്തെ നല്ലതുപോലെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. മാധ്യമങ്ങൾ നല്ല നിലക്കത് ഏറ്റെടുത്തതാണ്. അവിടുത്തെ നവജാത ശിശുക്കളുടെ മരണം, 3 വയസ്സ് വരെയുള്ള കുട്ടികൾ 3 വയസ്സെത്തുന്നതിന് മുൻപ് പോഷകാഹാരക്കുറവിൻ്റെ ഭാഗമായി മരണപ്പെടുന്ന നില, മാതൃമരണം വർദ്ധിക്കുന്നത്, പിന്നെ തന്നെ പ്രസവഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രസവിക്കാതെ അബോർഷനായി പോകുന്ന ഗർഭിണികളുടെ നില, അങ്ങനെയുള്ള ഗർഭഛിദ്രങ്ങൾ. അപ്പോൾ ഇതെല്ലാം സ്ത്രീകളുടെ അനാരോഗ്യം, അവരുടെ വളർച്ച, ഇതിൻ്റെയൊക്കെ ഭാഗമായി സംഭവിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ നല്ല ഇടപെടൽ ഇവിടെ ഉണ്ടായി. നേരത്തെ ഗവൺമെൻറ്റിൻ്റെ അവഗണന മൂർധന്യദശയിലെത്തിയപ്പോൾ രാജേഷ് ഇവിടെ നിരാഹാരം കിടക്കുന്ന നിലയുണ്ടായി. എന്നാൽ ഇപ്പോഴും വേണ്ട രീതിയിലായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോട്ടത്തറ ആശുപത്രിയുടെ ദയനീയാവസ്ഥ നല്ലതുപോലെ നമുക്കറിയാവുന്നതാണ്. നേരത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറെക്കുറെ നല്ല നിലക്ക് നടന്ന ആശുപത്രിയായിരുന്നു. അതാണ് ഇന്നിപ്പോൾ വല്ലാത്ത അവഗണനയിൽ പെട്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെ വേണ്ടത് പട്ടികവർഗ വകുപ്പുണ്ട്, പട്ടികജാതി പട്ടികവർഗ വകുപ്പുണ്ട്, അതുപോലെ ICDS, വനം, ആരോഗ്യം, ഇങ്ങനെയുള്ള എല്ലാ വകുപ്പുകളും കൂടി ഏകോപിച്ചുകൊണ്ട് ഇടപെടണം ആദിവാസി പ്രശ്നത്തിൽ. അങ്ങനെയൊരു ഏകോപനമില്ല എന്നതാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ പോഷകാഹാരം ആദിവാസികൾക്ക് ലഭ്യമാകണം. അപ്പോൾ പോഷകാഹാര വിതരണം, അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ആരോഗ്യ പ്രവർത്തനം, ആദിവാസികളെ തൊഴിൽ പരിശീലിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതിനൊക്കെ കുടുംബശ്രീ പ്രവർത്തകരെ പരിശീലിപ്പിച്ച് നടപ്പാക്കാൻ പറ്റും. അപ്പോൾ അത്തരമൊരു നീക്കവും നമ്മുടെ ഈ ആദിവാസി മേഖലകളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആദിവാസി മൂപ്പന്മാരുമായൊരു ചർച്ച ഇന്നലെ നടത്തിയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് റേഷൻ അരിയിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യമുള്ള ധാന്യം അവർക്ക് കൊടുക്കണം. അരി ഒരു പ്രത്യേക അരി അവർക്ക് താല്പര്യമുണ്ട്, ആ അരി അവർക്ക് നൽകണം. നമുക്ക് താല്പര്യമുള്ള അരി അവരെ കൊണ്ട് തീറ്റിക്കാന്ന് വെച്ചാൽ അവർ കളയുകയും ചെയ്യും, അവരത് കഴിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ വേണ്ടത് അവർക്ക് താല്പര്യമുള്ള ധാന്യം നൽകാൻ തയ്യാറാവണം. അതോടൊപ്പം തൊഴിൽ നല്ല രീതിയിൽ പരിശീലിപ്പിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ അവർ താല്പര്യമെടുക്കുന്ന, അവർ കഴിക്കാൻ താല്പര്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അതവിടെ കൃഷി ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അത്തരം കൃഷികൾ അവിടെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയും എടുക്കണം. അതോടൊപ്പം അവരുടെ ഭാഷ പ്രത്യേകമായുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ കലാരൂപങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇവ കുട്ടികളെ പഠിപ്പിക്കാൻ സംവിധാനം വേണം. അതോടൊപ്പം ഇവയെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം.
കാരണം നശിച്ചു പോകാൻ പാടില്ല, ഡോക്യുമെൻ്റ് ചെയ്യുന്ന നിലയുണ്ടാവും. പാലക്കാട് ഇപ്പോഴൊരു നെയ്ത്തിൻ്റെ സ്ഥലമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നില്ല. എന്നാൽ നേരത്തെ നല്ല തോതിൽ നെയ്ത്തുകാരുണ്ടായ സ്ഥലമാണിത്. വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ഉള്ളവരുടെ അവസ്ഥ. അത് സംസ്ഥാനത്താകെ കൈത്തറിയുടെ ദുരിതാവസ്ഥ ഇവിടെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിലും വരുമാനവും, തൊഴിൽ ലഭിക്കണം, വരുമാനം വർദ്ധിക്കണം, അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ സർക്കാർ ഇത്തരം കാര്യത്തിൽ ഇടപെട്ട് സഹായിക്കുന്ന നിലയുണ്ടാവണം. അതുപോലെ തന്നെ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന വേളാർ സമുദായം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കളിമൺ വ്യവസായം തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. ചിലയിടത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കളിമൺ കിട്ടാത്ത പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആ വ്യവസായം നിലനിന്നു പോകുന്നതിനാവശ്യമായ സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാലക്കാടിൻ്റെ വികസനത്തിന് വൻ കുതിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജിനെ പറ്റി പ്രഖ്യാപനം നടത്തിയിരുന്നത്. ആ മെഡിക്കൽ കോളേജ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചാണ് നടത്തിയത്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന നിലയുണ്ടായത്. ഇവിടെ മെഡിക്കൽ കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങളിൽ സംവരണ പ്രശ്നം ഗൗരവമായതാണ്. നിയമനത്തിൽ സംവരണം പാലിച്ചില്ല എന്നത് ഗൗരവമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ അഴിമതിയുടെ കേന്ദ്രമാക്കി ഇതിനെ മാറ്റുന്നു എന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട്. വിജിലൻസ് റിപ്പോർട്ടൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇത്തരം ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ടായാൽ ആദിവാസി മേഖലയിലെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം പഠിക്കാനും അതിലിടപെടാനും കഴിയും. അത് ആ തരത്തിൽ അതിനെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രീതിയിൽ മെഡിക്കൽ കോളേജ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ വികസിച്ചു വരികയാണ് വേണ്ടത്. ഇവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ കാലത്ത് ആളുകളുമായി ചർച്ച ചെയ്തപ്പോൾ മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യം എടുത്താൽ മുഖ്യമന്ത്രി രാജിവെക്കാത്തതിന് ഒരു ന്യായീകരണവും പറയാനില്ല. മുഖ്യമന്ത്രിക്കെതിരെ കോടതിയുടെ ഉത്തരവ് വന്നു. ആ കോടതി ഉത്തരവിൻ്റെ കാര്യത്തിൽ വിദണ്ഡ ന്യായങ്ങൾ ഉന്നയിച്ചു പോകുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ വേണ്ടത് മുഖ്യമന്ത്രി അടിയന്തരമായും രാജിവെക്കുകയാണ്. സരിതയുടെ വെളിപ്പെടുത്തലുകൾ തുടരുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഇനി എന്തെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമുക്കാർക്കും അറിയില്ല. ഇനി പുതിയ വിവരങ്ങൾ വലുതും പറയാനുണ്ടോ എന്നത് നമുക്കാർക്കും അറിയാത്ത കാര്യമാണ്. ഉമ്മൻചാണ്ടിയും സംഘവും ഒരു ഉപജാപക സംഘമായി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു കോടതിയുടെയും പ്രത്യേക പരാമർശമില്ലാതെ തന്നെ ഉമ്മൻചാണ്ടിയുടെയും കൂട്ടരുടെയും യോഗ്യത ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിജിലൻസ് കോടതിയുടെ ഉത്തരവോടെ അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി താൻ ഇക്കാര്യങ്ങളൊന്നും വകവെക്കുന്നയാളല്ല എന്നൊരു നിലപാടെടുത്ത് പോകുന്നതിനൊരു അർത്ഥമില്ല.
അത് ജനാധിപത്യ നിഷേധമാണ്, നിയമത്തെ അംഗീകരിക്കാതിരിക്കലാണ്, നിയമവാഴ്ചയെ വെല്ലുവിളിക്കലാണ്. ധാർമ്മികതയെക്കുറിച്ച് വലിയ തോതിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി. പക്ഷെ ഇപ്പോൾ മനസാക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി നേരത്തെ ഒരു വിജിലൻസ് ജഡ്ജിയെ ആക്ഷേപിക്കാൻ സ്വീകരിച്ച മാർഗങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് ആ വിജിലൻസ് ജഡ്ജി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞതായിരുന്നു പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്ന നില വരെ എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുയായികളെ വിട്ട് ജഡ്ജിയെ ആക്ഷേപിക്കുന്ന നിലയാണ് വരുന്നത്. ഇത് ജുഡീഷ്യറിയെ അപമാനിക്കലാണ്, വലിയ തോതിൽ ജുഡീഷ്യറിയെ അപഹസിക്കലാണ്. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഉമ്മൻചാണ്ടി മാറി നിൽക്കണം. അണികളെ ഇളക്കിവിട്ട് ജുഡീഷ്യറി ആക്രമിക്കുന്നത് ശരിയായ രീതിയല്ല. ജുഡീഷ്യറിയെ ആക്രമിച്ചാൽ അത് നമ്മുടെ നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയാണ് ബാധിക്കുക എന്നത് ഉമ്മൻചാണ്ടി കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോ സരിതയുടെ ഒരു വെളിപ്പെടുത്തൽ ഉമ്മൻചാണ്ടി പറഞ്ഞതിന് നേരെ വിപരീതമാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞത്, ഞാൻ ശ്രീധരൻ നായരെ സരിതയോടൊപ്പം കണ്ടിട്ടില്ല എന്നാണ്. സരിത പറയുന്നത് അതിന് ഡിജിറ്റൽ തെളിവുണ്ട് എന്നാണ്. ഉമ്മൻചാണ്ടി പറയാൻ തയ്യാറായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച ബലത്തിലാണ്. സരിത പറയുന്ന തെളിവ് ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം സരിത നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പുറത്തു വന്നാൽ ഉമ്മൻചാണ്ടിക്ക് എന്താണ് പറയാനുണ്ടാകുക? ഒരു നുണ പറയുന്ന ഒരാളെന്ന തരത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുന്നത് ശരിയാണോ? അത് മുഖ്യമന്ത്രി തന്നെ, മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ സ്വയമേവ ആലോചിക്കേണ്ട വിഷയമാണ്. ഇവിടെ കെ ബാബുവിനെതിരെയുള്ള ഉത്തരവ് താൽക്കാലികമായി കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി കളിച്ച നീക്കങ്ങൾ അത് കേരളത്തിൻ്റെ മുന്നിൽ മറനീക്കി വരികയാണ്. കെ ബാബു രാജി കൊടുത്തു. KM മാണി രാജി കൊടുത്തപ്പോൾ അപ്പം തന്നെ ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നു. കെ ബാബുവിൻ്റെ രാജി സ്വീകരിക്കാൻ തയ്യാറായില്ല. സ്വീകരിക്കാൻ തയ്യാറാകാതെ കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വക്താവായിട്ടാണ് കെ ബാബു പ്രവർത്തിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി കെ ബാബുവിനെ സംരക്ഷിക്കാനാണ് നടപടികളെടുത്തത്. അപ്പോൾ കെ ബാബുവിനെ വീണ്ടും മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരാനാണ് ഇപ്പോൾ നീക്കങ്ങൾ എന്ന് ആരും പറഞ്ഞില്ലെങ്കിലും നാട്ടിലെല്ലാവർക്കും വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി തന്നെ പുറത്തു പോകേണ്ട ഒരു ഘട്ടത്തിൽ ബാബുവിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള അവിശുദ്ധ നീക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇന്നലെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. KPCC ഉണ്ട്, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുണ്ട്. ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ട എന്ന നിലപാടെടുക്കുന്നു എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
തെരഞ്ഞെടുപ്പും ഇതും തമ്മിൽ എന്താണ് ബന്ധം? നേരത്തെ ചെയ്തൊരു കാര്യം പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്ന കാര്യത്തോട് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന സമീപനമെന്ത്? അതാണല്ലോ പ്രശ്നം. ഒരു പാർട്ടി എന്ന നിലക്കുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരു തരത്തിലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. ഉമ്മൻചാണ്ടിയോട് രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ആവശ്യപ്പെടില്ല എന്ന ഉറപ്പ് ഉമ്മൻചാണ്ടിക്കുണ്ട്. അത് 1,90,00,000 കൊടുത്തു എന്ന് സരിത പറയുന്നു. അങ്ങനെയുള്ള പണം മറ്റുള്ളവരും പങ്കുവച്ചിരിക്കുന്നു എന്നുള്ള ധാരണയായിരിക്കാം ഇത്തരമൊരു നിലപാടിലേക്ക് ഉമ്മൻചാണ്ടി എത്തിക്കുന്നത്. അതായത് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പങ്കുള്ളത് കൊണ്ട് തന്നെ തന്നോട് രാജിവെക്കാൻ ആർക്കും പറയാൻ ധൈര്യമുണ്ടാവില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ ധാരണയാണ് ഞാൻ രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കരുത്ത് നൽകിയിട്ടുള്ളത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അതിന് LDF തയ്യാറാണെന്നാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ അഴിമതി, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പലരും അഴിമതിയായിട്ടുള്ളവരാണ്, അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരാണ്. ഉമ്മൻചാണ്ടി തന്നെ അതിൻ്റെ സംരക്ഷകനായിട്ടാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാൻ അർഹതയില്ല. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി രാജിവെച്ച് വേറെ ആളെ അവർ മുഖ്യമന്ത്രിയാക്കുന്നതൊക്കെ ഉള്ളത് അവരാലോചിക്കേണ്ട കാര്യമാണല്ലോ. അതവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അഴിമതിക്കാരെല്ലാം ഒഴിവാക്കി വേറൊരു സെറ്റിനെ മന്ത്രിമാരാക്കി നിർത്തി ഭരിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലേക്കൊന്നും ഞങ്ങളിപ്പോൾ പോകുന്നില്ല. ഞങ്ങളിപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി രാജിവെക്കണം. ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ തന്നെ ഇപ്പോൾ ഒഴിയാന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കേണ്ടതാണ്. BJP പ്രസിഡന്റ് മറ്റൊരു കാര്യം കൂടി സോളാർ വിഷയത്തിൽ LDF-ഉം UDF-ഉം ഒത്തുകളിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ CBI അന്വേഷണം പോലുള്ള മറ്റ് എക്സ്റ്റേണൽ ഏജൻസി വേണ്ട എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഇത്രയും കേസിൽ അട്ടിമറിച്ചിട്ടും വീണ്ടും നമ്മൾ തന്നെ സംസ്ഥാന ഏജൻസിയെ അന്വേഷിച്ചാൽ മതി എന്നുള്ള നിലപാട്? സംസ്ഥാന ഏജൻസി അന്വേഷിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിന് കാരണം CBIയുടെ പവിത്രത തന്നെയാണ്. CBI എന്നത് ഇന്ന് രാജ്യത്തെ ഏറ്റവും അധികം രാഷ്ട്രീയമായി ദുരുപയോഗിക്കപ്പെടുന്ന ഒരു ഏജൻസിയായി അധപ്പതിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു ഏജൻസിയുടെ കാര്യം പറയാൻ ഞങ്ങൾക്കതുകൊണ്ട് തന്നെ മനസ്സ് വരുന്നില്ല. അതാണ് അർത്ഥം. അവർ ഇന്ത്യയിലെ ഏറ്റവും നല്ല അന്വേഷണ ഏജൻസിയായി വരികയാണ് വേണ്ടത്. അത് അനുഭവത്തിലൂടെ അങ്ങനെയല്ല എന്നവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ ഇടപെടൽ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഏജൻസിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട്, സ്പെഷ്യൽ ടീമായിരിക്കണം, കോടതിയുടെ നിരീക്ഷണം വേണം, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തോടെയുള്ള അന്വേഷണമാണ് എപ്പോഴും പറയുന്നത്. ഉമ്മൻചാണ്ടി രാജിവെക്കാതിരിക്കുകയും ബാബു മന്ത്രിസഭയിലേക്ക് തിരികെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെയാവും പാർട്ടി രാഷ്ട്രീയപരമായി? ഞങ്ങൾ അത്തരം കാര്യങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് നേരിടുകയാണ് ചെയ്യുക. ജനങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ കടുത്ത അമർഷം ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതിഷേധം കൂടുതൽ ശക്തമാകും. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ തുടരാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. വലിയ പ്രതിഷേധം ഈ സംസ്ഥാനത്ത് ഉയർന്നു വരും. ഉമ്മൻചാണ്ടിക്ക്
എങ്ങനെ ഉമ്മൻചാണ്ടി ഇന്നും ഇന്നലെയുമായി പല സ്ഥലങ്ങളിലും വഴിതടയുന്ന അടക്കമുള്ള ഡിവൈഎഫ്ഐ സി പി പ്രവർത്തന ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധേയരായ മറ്റു മന്ത്രിമാരുടെ വിഷയത്തിൽ അങ്ങനെ തന്നെ ഒരു സമീപനമാവുമോ? അത് നോക്കാം. ഈ ഉമ്മൻചാണ്ടിയുടെ കാര്യമാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്ത് അന്വേഷിക്കണമെന്നും വന്നിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സ്വാഭാവികമായും പ്രതിഷേധം ഉയർന്നു വരും. അതാണ് ഉണ്ടാകുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. സ്വാഭാവിക സ്റ്റേ കിട്ടിക്കഴിഞ്ഞാലും ഈ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാനാണോ? കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അത് വേറെ. പക്ഷേ വന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ വന്ന കാര്യങ്ങൾ വെച്ച് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ ശക്തമായി തന്നെ കാര്യങ്ങൾ ഉയർത്തും. പ്രക്ഷോഭം ഏത് രൂപത്തിൽ വേണം എന്നുള്ള കാര്യം ഇന്ന് LDF യോഗം ചേരുന്നുണ്ട്. ആ LDF യോഗമാണ് തീരുമാനിക്കുക. മറ്റൊരു ചോദ്യം, നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണനായ TP ശ്രീനിവാസനെതിരെ തിരുവനന്തപുരത്ത് SFI പ്രവർത്തകരുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് മർദ്ദനമേറ്റതായിട്ടൊരു റിപ്പോർട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ SFI പോലൊരു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാനം ഇങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്താൻ പാടുണ്ടോ? അതെന്താണ്? ഒന്നാമത് അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണല്ല. ശ്രീനിവാസൻ ഒരു അംബാസഡറായി പ്രവർത്തിച്ച ആളാണ്. ആ കാര്യത്തിൽ നല്ല വിദഗ്ധനുമായിരുന്നു. അപ്പോൾ പ്രത്യേക അംബാസഡറായി അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് ചെയ്തത്. ആ അംബാസഡറായിട്ട് ഇവിടെ നിയോഗിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയാണ്. അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഉയർന്നു വന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അക്കാദമിക് സിറ്റി സ്ഥാപിക്കാനാണ് തയ്യാറാവുന്നത്. അതിനുവേണ്ടി ഗവൺമെൻറ്റും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഫിക്കിയും ചേർന്നുകൊണ്ട് ഒരു അക്കാദമിക് സിറ്റി സ്ഥാപിക്കുകയാണ്. അതിനകത്ത് വിദേശ സർവകലാശാലകളെ ക്ഷണിച്ചു വരുത്തുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവരിവിടെ കോഴ്സുകൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ഇന്നുള്ള സ്വഭാവം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശ സർവകലാശാല അടക്കം വന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉന്നത വിദ്യാഭ്യാസ നിലവാരവും വർദ്ധിക്കണം. അതിന് വിദേശ സർവകലാശാലയെ ക്ഷണിച്ചു വരുത്തലല്ല പോംവഴി. അതിന് വേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവുറ്റതാക്കലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നിരവധി യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ആ യൂണിവേഴ്സിറ്റികളിൽ ഓരോന്നിനെയും ചില പ്രത്യേക കാര്യങ്ങളിൽ മികവുറ്റതാക്കണം. മികവുറ്റതാക്കുക എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കഴിവുറ്റതാക്കണം. അങ്ങനെ ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലുമുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരണം. അല്ലാതെ ഏതെങ്കിലും പുറത്തുള്ള സ്ഥാപനത്തെ ക്ഷണിച്ച് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അവരുടെ പത്രാസ് കാണിക്കുകയല്ല വേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഗവേഷണ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടികൾ എടുക്കണം. ഇത് യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, നമുക്ക് ഒട്ടേറെ കലാലയങ്ങളുണ്ട്. ആ കലാലയങ്ങൾ പലതും നല്ല പ്രശസ്തി ആർജിച്ചവയാണ്. അവയിൽ ചിലതിനെയും ഇങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനെന്ത് വേണം? അതിന് ഇന്നത്തെ കാലത്തിന് അനുസൃതമായ കോഴ്സുകൾ നിർദ്ദേശിക്കണം. അതിന് പഠനം നടത്താൻ ശ്രീനിവാസനെ പോലുള്ളവരെയല്ല, യഥാർത്ഥ വിദ്യാഭ്യാസ വിചക്ഷണരെ നിയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന നിലയുണ്ടാവണം. എന്നിട്ട് അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ നോക്കണം. അതാണ് വേണ്ടത്. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് വന്നിട്ടുള്ളൊരു കാര്യങ്ങളാണ്.
ഈ നാടിന് ചേരാത്ത, നാടിന് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു സംരംഭമാണ് അക്കാദമിക് സിറ്റി എന്നാണ്. ആ അക്കാദമിക് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും യോജിക്കാൻ കേരളത്തിനാവില്ല. അത് UDFന്റെ ഭാഗമായി നിൽക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ്. വിദേശ സ്ഥാപനങ്ങളുടെ ഏജന്റുമാരായിട്ട് മാറേണ്ടതില്ല. നമുക്ക് നമ്മുടെ തന്നെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്താം. അതാണ് ഇവിടെ വേണ്ടത്. ഈ ആദിവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാന്നുള്ളത്. അടുത്ത LDF ഗവൺമെന്റ് വന്നാൽ അട്ടപ്പാടിയിൽ 10,000 ഏക്കർ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാന്നുള്ളത്. ആദിവാസികൾക്ക് കൃഷി ചെയ്യാൻ ഭൂമി ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ നേരത്തെ LDF ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നു. അതിൽ 50 കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തുകയും ചെയ്തിരുന്നു. അതിലാകെ 55 ലക്ഷം ചെലവഴിച്ചിട്ടുള്ളൂ. വയനാട്ടിൽ 55 ലക്ഷമാണ് ആകെ ചെലവഴിച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിൽക്കുന്നത്. മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതുവെ ഒരു നയമാണ്. പക്ഷെ കേരളത്തിൽ വ്യത്യസ്തമായ നയമാണ് കഴിഞ്ഞ. അല്ല, അതൊക്കെ നമ്മുടെ നാട്ടിൽ പല അനുഭവങ്ങളും ഉണ്ടല്ലോ. അതിന് പോയ ആള് ഷർട്ടും മുണ്ടും ഇല്ലാതെ ഓടിയ കഥയും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്നുള്ളത്. ഒരു ഒറ്റ വാചകത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ലത്. സംസ്ഥാനത്ത് ഇപ്പം നിലവിലുള്ള ഭരണം കേരളത്തിൽ ഏറ്റവും മോശം ഭരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ ഒരു അവസ്ഥ 82 മുതൽ 87 വരെ കർണാടകയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് DYFI രൂപം കൊണ്ട് KS രവികുമാരി DYFI ആയിട്ട് വന്നൊരു സമയമാണ്. അന്നത്തെ മന്ത്രിമാരെ തെരുവിൽ തടയിലും അത്തരം ഭയങ്കരമായ ജനകീയ പ്രശ്നങ്ങൾക്ക് CPM-ഉം DYFI-ക്ക് നേതൃത്വം കൊടുത്തു. അന്ന് ഒരുപാട് റിക്രൂട്ട്മെന്റും പാർട്ടിക്കകത്തേക്കും DYFI-ക്കകത്തേക്കും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഭരണ കാലയളവിൽ DYFI-ക്കും പാർട്ടിക്കകത്ത് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു സ്വയംവർഷം ഞങ്ങൾ ഇതേവരെ അങ്ങനെ ഒരു സ്വയംവർഷം നടത്തിയിട്ടില്ല. ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രക്ഷോഭം തുടർന്നും നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് നടത്തേണ്ട പ്രക്ഷോഭം വലിയ തോതിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് താരതമ്യമില്ലാത്ത തരത്തിൽ തന്നെ ഉയർന്ന പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ കാണുന്നത്. നാളെ കാണാം നമുക്ക് ബാക്കി കാര്യം. ഇതല്ല, പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സോളാർ തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്. ജുഡീഷ്യറിയെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നു, അത് ശരിയല്ല. കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ധാർമ്മിക ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. DGP സെൻകുമാർ, ഇന്റലിജൻസ് ADGP ഹേമചന്ദ്രൻ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ പൊതുപരിപാടികളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, ക്ലിഫ് ഹൌസിൽ നിന്നുള്ള വിവരങ്ങൾ. മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുന്നത്. സമാന സാഹചര്യം നേരിടുന്ന വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്ന സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധമടക്കം അദ്ദേഹത്തിന് വിവിധ ഇടങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ രാവിലെ തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി DGP TP സെൻകുമാറുമായും ഒപ്പം ഇന്റലിജൻസ് മേധാവി ADGP ഹേമചന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ എല്ലാ തരത്തിലും കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് രാവിലെ തന്നെ പങ്കെടുക്കേണ്ടിയിരുന്ന പൊതുപരിപാടി കോവളം ലീല ഹോട്ടലിൽ നടക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷണൽ മീറ്റിലായിരുന്നു. അവിടെ ഇന്നലെ മുതൽ തന്നെ SFI DYFI പ്രവർത്തകർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ സമരം ആരംഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹം ആ പരിപാടിയാണ് ആദ്യം റദ്ദാക്കിയതായി നമുക്ക് വിവരം തന്നത്. പിന്നീട് എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കുന്നതായി അറിയിക്കുകയായിരുന്നു. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് തന്നെയാണ് ചർച്ച നടന്നത് എന്നാണ്
എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും എ ഗ്രൂപ്പും എല്ലാം പ്രതീക്ഷിക്കുന്നത്. ആ വിധി ഒരു ആശ്വാസം നൽകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അതിനുശേഷമായിരിക്കും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മാറ്റം വരുത്തണമോ എന്ന രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാവുക. അതുവരെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തുടരാനാണ് തീരുമാനം. ഒപ്പം ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുന്നു. ഇന്നത്തെ പരിപാടികളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ റദ്ദാക്കിയിരിക്കുന്നു. വൈദ്യുത മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെയും ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിരിക്കുകയാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് നടക്കുന്ന കോവളം ലീല ഹോട്ടൽ SFI ഉപരോധം നടത്തി. മീറ്റിനെത്തിയ TP ശ്രീനിവാസൻ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോയി. ഇന്നലെ രാത്രി മുതൽ വിദ്യാർത്ഥികൾ ഹോട്ടലിലെ കവാടം ഉപരോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശം. സൗമ്യ, ഇന്നലെ വൈകുന്നേരം 8 മണി മുതൽ തന്നെ SFI പ്രവർത്തകർ ഇവിടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ്, ഇന്നും നാളെയുമായി നടക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് നടക്കുന്ന കോവളം ലീല ഹോട്ടലിന് മുമ്പിൽ സമരം ആരംഭിച്ചിരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധം. ഇത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം ചെയ്യാനായിരുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയതിനെ തുടർന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നില്ല. തുടർന്ന് ഇന്നലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം അവർ ഇന്ന് രാവിലെയും തുടരുകയായിരുന്നു. സമരക്കാർക്കിടയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനായ TP ശ്രീനിവാസൻ ഇറങ്ങിച്ചെന്നത് സമരക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമാകാൻ ഇടയാക്കി. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദിക്കുന്നതായി CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ സ്ഥലത്തെത്തിയ ശേഷം പ്രതികരിക്കുകയുണ്ടായി. പ്രകോപിതരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡും അതോടൊപ്പം തന്നെ കണ്ണീർ വാതകവും നിരവധി തവണ പ്രയോഗിക്കുകയുണ്ടായി. അതോടൊപ്പം ഇവിടെ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി ആദ്യ 2 തവണ ശ്രമിച്ചപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരവസ്ഥയിൽ പോലീസ് ലാത്തിചാർജ് നടത്തുകയുണ്ടായി പ്രവർത്തകർക്ക് നേരെ. എന്നിട്ടും തങ്ങളുടെ ഈ സമരത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടുമായി ഈ പരിപാടി നടക്കുന്ന ഹോട്ടലിന് മുൻപിലുള്ള ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ ഘട്ടം ഘട്ടമായി ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഇവിടെ ആരംഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇതുവരെയും ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയെയും ഇതിനുള്ളിലേക്ക് കടത്തിവിടില്ല എന്നൊരു ശക്തമായ നിലപാടുമായി തന്നെയാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത്. പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യ, SGയാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ് താൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതെന്ന് KM മാണി. എന്നാൽ ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ട എന്നും മാണി വ്യക്തമാക്കി. CM രാജിവെക്കേണ്ട യാതൊരു കാര്യവുമില്ല. FIR എടുക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ കുറ്റക്കാരനാണ് എന്നർത്ഥമില്ല. ഈ നല്ല ധാർമ്മികതയൊക്കെയുള്ള ആളാണ് മുഖ്യമന്ത്രി. ഒരു ഉത്തമമായ ജനാധിപത്യ മാതൃക സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാറി നിൽക്കുകയാണ് നല്ലത് എന്ന് എൻ്റെ മനസ്സാക്ഷി പ്രേരിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാജിവെച്ചത്. സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകാനായി സരിത എത്തി. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, സരിത അല്പം മുമ്പ് സോളാർ കമ്മീഷനിൽ എത്തി. ഇതിനു മുൻപ് മാധ്യമങ്ങളെ കണ്ടു. 2 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി സോളാർ കമ്മീഷനിൽ പറഞ്ഞ മൊഴികളിൽ പലതും വൈരുദ്ധ്യമുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഇന്നും തുറന്നു പറയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന കാര്യം സരിത ഇപ്പോഴും ആവർത്തിച്ചു. അത് ആവശ്യമായ സമയത്ത് ഹാജരാക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ തെളിയിക്കാൻ സരിത ഇന്നലെ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ തെളിയിക്കത്തക്കതായ കൃത്യമായ തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് വീണ്ടും സരിത പറയുകയുണ്ടായി. അത് കമ്മീഷനിൽ ഹാജരാക്കുക തന്നെ ചെയ്യും. ഉചിതമായ സമയത്ത് ഹാജരാക്കുമെന്ന് തന്നെയാണ് സരിത പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ മകനെ സംബന്ധിച്ച്, അതായത് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച കാര്യങ്ങളും ഒരുപക്ഷെ വെളിപ്പെടുത്തിയേക്കും എന്ന് തന്നെയാണ് സരിത സൂചന നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൊഴി നൽകിയപ്പോൾ ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തെക്കുറിച്ച് കമ്മീഷൻ ചോദിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് സരിത വിശദീകരണം നൽകുകയും ചെയ്തു. അത് ഒരു കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്. അതിന്റെ കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം, അല്ലെങ്കിൽ പിന്നീട് പറയാമെന്നാണ് സരിത സൂചിപ്പിച്ചിരുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ സോളാർ കമ്മീഷൻ വിസ്താരം തുടങ്ങും. സരിത അവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ലീഗിന്റെ പിന്തുണ. സോളാർ കേസിലെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അതിനെപ്പറ്റി രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനെപ്പറ്റി മുസ്ലിം ലീഗ് കൂടി ആലോചിച്ച് വേറെ എന്തെങ്കിലും പറയാനുള്ളത് പറയും. അല്ല, ഇപ്പോൾ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല, അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ജാഥ ഉച്ചവരെ ഒഴിവായതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങളെല്ലാവരും പണക്കാട്ട് വന്ന് നിലവിലുള്ള സ്ഥിതിഗതികളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതാണ്.
ഉമ്മൻചാണ്ടിക്കെതിരെ ദേശീയ ദിനപത്രങ്ങൾ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ദി ഹിന്ദു ദിനപത്രം മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ദി ഹിന്ദുവിന്റെ മുഖപ്രസംഗം ഏത് വിധത്തിലാണ്? സന്തോഷ്, ഏത് വിധത്തിലാണ് ഹിന്ദു ദിനപത്രത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുഖപ്രസംഗമുള്ളത്? ഹിന്ദു ദിനപത്രം മാത്രമല്ല, പ്രമുഖ ദേശീയ ദിനപത്രങ്ങൾ എല്ലാം തന്നെയും ഇന്ന് ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രങ്ങൾ മുഖപ്രസംഗം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് ദേശീയ ദിനപത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികത പുലർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടിയന്തരമായി തലസ്ഥാനം ഒഴിയണമെന്ന് ദ ഹിന്ദു ദിനപത്രത്തിന്റെ മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. സമീപകാലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങൾ UDF സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ ന്യായീകരണങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല. അത് മാത്രമല്ല, കേസെടുക്കാൻ ഉത്തരവിട്ട ആ സാഹചര്യത്തിൽ ഈ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണത്തെ നേരിടുന്നത് ശരിയല്ലെന്നും ഹിന്ദു മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മുഖപ്രസംഗം പറയുന്നത് ഇത് രാഷ്ട്രീയ മര്യാദയല്ല, അതുകൊണ്ട് തന്നെ ഇതിലെ ഇനിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകണമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ പത്രങ്ങൾ എല്ലാം തന്നെയും ഇന്ന് ഈ വിഷയം ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ പരിഹസിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകളും മിക്ക ദേശീയ പത്രങ്ങളിലും ഇടം പിടിച്ചിട്ടുണ്ട്. സൗമ്യ. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നേതൃമാറ്റ നീക്കങ്ങളെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കാൻ എ ഗ്രൂപ്പിൽ ധാരണ. രാത്രി വൈകി ക്ലിഫ് ഹൌസിൽ ചേർന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് ധാരണയുണ്ടായത്. അപ്പീലിന്മേലുള്ള ഹൈക്കോടതി വിധി നിർണായകമാകും.